Good morning. Next chapter, fourth chapter, second degree equations. നമ്മൾ ഇതുവരെ പവർ 2 ആയിട്ടുള്ളത് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഇക്വേഷൻസ് പഠിച്ചു. അവിടെ എക്സ് വൈ ഇങ്ങനെയുള്ള വേരിയബിൾസ് മാത്രമാണ് വന്നിരുന്നത്. അല്ലാതെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഒക്കെ വരുന്നത് 9th ക്ലാസ് നമ്മൾ പഠിച്ചെങ്കിലും അതിന് നമ്മൾ എക്സും വൈയിലുമുള്ള ഇക്വേഷനായി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് മാത്രമായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ പവർ 2 ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് പറയുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ, ഒറ്റ വേരിയബിൾ മാത്രമുള്ളത്. നോക്കിക്കേ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നതാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അതായത് എയും ബിയും സിയും നമ്പേഴ്സാണ്, റിയൽ നമ്പേഴ്സാണ്. എക്സ് സ്ക്വയർ എക്സ് പിന്നെ കോൺസ്റ്റൻറ്റ്. അതായത് വേരിയബിൾ ഏറ്റവും കൂടിയ പവർ ഉള്ളത് ഏതാണ്? പവർ 2 ആണ്. ഒറ്റ വേരിയബിളേ ഉള്ളൂ, എക്സിൽ മാത്രമാണ്. ഇവിടെ എയും ബിയും സിയും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ എക്സിൽ മാത്രമുള്ള ഇക്വേഷനിൽ എക്സും വൈയും കൂടി ചേർന്നോ അല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറഞ്ഞോ അങ്ങനത്തെ ടേമുകളൊന്നും വരില്ല. ഇവിടെ വേണമെങ്കിൽ ബി 0 ആകാം, സി 0 ആകാം. പക്ഷേ എ 0 ആയാൽ ഈ ടേം അങ്ങ് ഇല്ലാതാകും. അപ്പം ഈ ഇക്വേഷൻ്റെ പവർ എന്ന് പറയുന്നത് 2 എന്നുള്ളത് കുറേ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകത്തില്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 വെയർ എ നോട്ട് ഈക്വൽ ടു 0. ആ കണ്ടീഷൻ പറയണം, എങ്കിലേ കറക്റ്റ് ആകത്തുള്ളൂ. എ 0 ആയി പോയാൽ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ആകത്തില്ല. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 വെയർ എ നോട്ട് ഈക്വൽ ടു 0 ഈസ് കോൾഡ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ ഫസ്റ്റിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞതാ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഈ ഫോമിൽ വരുന്ന ഇക്വേഷനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതായത് ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യനിലെയും എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അതായത് ആ ഇക്വേഷനിലെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണ് ബി, കോൺസ്റ്റൻ്റ് ടേം ആണ് സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. ആദ്യം നിങ്ങളിതൊന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് അതൊന്ന് എഴുതാൻ നോക്കണം, ബുക്കിലോട്ട് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക. അതിനുശേഷം എന്താ ഈ പറയാൻ ശ്രദ്ധിച്ചേ. അപ്പം നോക്കിയേ, 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സ് സ്ക്വയറിനോട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ നമ്മൾ പറയുന്നത് കോഎഫിഷ്യൻ്റ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ. അപ്പോൾ ഇവിടെ എ ഇസ് ഈക്വൽ ടു 2. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ബി, അതിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 3. ബി ഇസ് ഈക്വൽ ടു 3. കോൺസ്റ്റൻറ്റ് ടൈം 5, സി ഇസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. നമ്മുടെ ഇക്വേഷൻ ഏതാ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇവിടെ പക്ഷേ ഇടയ്ക്ക് മൈനസ് ആണ്. അപ്പം നമുക്ക് ആ പ്ലസ് ഫോമിലാക്കാൻ ഇതിനെ പ്ലസ് മൈനസ് എന്നാക്കാം. ആക്കാമല്ലോ. കാര്യം സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? രണ്ടാമത്തെ നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ഇട്ടിട്ട് പ്ലസ് ചെയ്യുക ചെയ്യും. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഫോമിലായി. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 1 ആയതുകൊണ്ട് നമ്മൾ എഴുതാത്തത്. അപ്പോൾ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ എത്ര വരും? -5, സിയുടെ വാല്യൂ -8. തേർഡ് ക്വസ്റ്റ്യനിൽ എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ -2√3, സിയുടെ വാല്യൂ 5. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി, എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ, ബി എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ബി. എക്സിൻ്റെ എക്സ് ഉണ്ടോ? എക്സിൻ്റെ ടേം ഇല്ല. അപ്പം നമുക്കതിനെ 0x എന്ന് പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 4x സ്ക്വയർ പ്ലസ് 0x പ്ലസ് 7 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം.
അപ്പം എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ എത്ര വരും? ഈ ഫോമിലോട്ടാക്കുക. ax² + bx + c = 0 എന്നുള്ള ഫോമിലോട്ട് നമ്മൾ ആക്കുക. ആക്കുമ്പോൾ x² കോഎഫിഷ്യൻ്റായ ഏതാണോ അത് a, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് b, കോൺസ്റ്റൻറ്റ്. ഇപ്പം a = 4, b = 0, c = 7. ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് വൺ 9x² = 0. ഇപ്പം x² കോഎഫിഷ്യൻ്റ് 9, ഇപ്പം എയുടെ വാല്യൂ 9. ബാക്കി എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് ടേമും ഇല്ല. അപ്പം ബിയും സിയും അവിടെ എന്താണ്? ബി ആൻഡ് സി ആർ 0. ഇപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എയും ബിയും സിയും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പഠിച്ച കുറച്ച് നിങ്ങൾക്ക് പുതുതായിട്ടൊന്നുമല്ല പഴയ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്തത്. കുറച്ച് ഇക്വേഷൻസ് തന്നിട്ട് സോൾവ് ചെയ്യാനാണ്. സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ x² = 81. x²ൻ്റെ വാല്യൂ 81 എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് കാണും. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നത് 9 എന്നാണ്. കാരണം 9 × 9 ആണ് 81. അതേപോലെ തന്നെ -9 × -9 81 ആണല്ലോ. അപ്പോൾ ഈ 81ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ +9 വരും -9 വരും അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ മുതൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ട്, അത് രണ്ടും നമ്മൾ എടുക്കും. എക്സിൻ്റെ വാല്യൂ +or-9. ഇനി x² = 9/16. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? +or-9/16ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9ൻ്റെ റൂട്ട് 3, 16ൻ്റെ റൂട്ട് 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ +or-3/4. അതിന് കാരണം മനസ്സിലായല്ലോ. +3/4 രണ്ട് പ്രാവശ്യം ഗുണിച്ചാലും ഇത് കിട്ടും, -3/4 രണ്ട് പ്രാവശ്യം ഗുണിച്ചാലും ഈ വാല്യൂ കിട്ടും. അടുത്തത് x² = 2² × 3². അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? +or-, ഇതാ ഈ സൈഡിലെ റൂട്ട് കാണുക. 2² റൂട്ട് കാണുമ്പോൾ 2, 3² റൂട്ട് കാണുമ്പോൾ 3, 2 × 3 6. അപ്പോൾ വാല്യൂ എന്ത് വരും? +or-6. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ x² + 1 = 10. ഇവിടെ നോക്കി x² നമ്പർ ആഡ് ചെയ്ത് വന്നു. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, വേരിയബിൾ വേണമെങ്കിൽ വേരിയബിളിന് ഏത് വേരിയബിളാണോ വേണ്ടത് അതിൻ്റെ കൂടെയുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പം x² = +1 ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ -1 ആകും. അപ്പം x² = 10 - 1 = 9. x² 9 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ +or-3. നെക്സ്റ്റ് നോക്കിക്കേ, x² - 25 = 600. അപ്പോൾ x² എന്ത് വരും? 600 + 25 625. ഇപ്പോൾ x² 625 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് +or-25. ഇനി നെക്സ്റ്റ് വൺ ½ x² - 5 = 45. ½ x², അതായത് x²/2. x²/2 അതിൻ്റെ കൂടെ -5 ഓപ്പോസിറ്റ് സൈഡ് +5 ആകും. അപ്പോൾ x²/2 = 50 എന്ന് കിട്ടും. അപ്പോൾ x² കണ്ടുപിടിക്കാൻ ഈ ഡിവൈഡ് ചെയ്ത 2 ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x² = 50 × 2 100. x² = 100. x²ൻ്റെ വാല്യൂ 100 എന്ന് കിട്ടും. x² 100 ആകുമ്പോൾ x² = 100 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? +or-10. അത് നോക്കിക്കേ, 9/16 × x² + 10 = 19. അപ്പം നമ്മൾ ആദ്യം ഈ +10 ഇവിടെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പം 9/16 × x² = 19 - 10 9. അപ്പം 9/16 x² = 9. ഈ x² കണ്ടുപിടിക്കാൻ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത 9 മറു സൈഡിൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത 16 ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡ് ചെയ്ത 16 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത 9 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. 16. ഇപ്പോൾ x² വാല്യൂ എത്ര വരും? 16. x² വാല്യൂ 16 വരുമ്പോൾ x എന്ന് പറയുന്നത് എന്ത് വരും?
പ്ലസ് ഓർ മൈനസ് 4. പ്ലസ് ഓർ മൈനസ് 4. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ വെച്ച് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കണം. ഒരു പ്രാവശ്യം കണ്ട് മനസ്സിലായില്ലെങ്കിൽ 1-2 പ്രാവശ്യം നിങ്ങളതൊന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ നോക്കണം. നമ്മൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കിതേപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പേജ് 81-ൽ ഡു ദീസ് പ്രോബ്ലംസ് യൂസിങ് ഓൾജിബ്ര ഓർ അതർവൈസ്. ഓൾജിബ്ര വെച്ചോ അല്ലാതെ വേരിയബിൾ വെച്ചോ അല്ലാതെയോ കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meter, ദി ഏരിയ ബിക്കെയിം 49 square meters. വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ. അതായത് ഒരു സ്ക്വയർ ഉണ്ട്, ഒറിജിനൽ സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ അപ്പം ഞാൻ ആ ഒറിജിനൽ സ്ക്വയർ ഇതിൻ്റെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ എക്സ് എന്ന് എടുത്തു. അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം 2 meter വീതം കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്വയറാണിത്. അപ്പോൾ ഇവിടെ എല്ലാം 2 meter വീതം ഈ 2 സൈഡിൽ നിന്ന് നമുക്ക് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ അകത്തുള്ള സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ടോട്ടലിൽ നിന്ന് 2 meter കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും 1 കുറയ്ക്കുമ്പോഴായിരിക്കും ടോട്ടൽ 2 കുറയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് x-2 ആയിരിക്കും. അപ്പോൾ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എക്സ്, അതിൽ നിന്ന് 2 meter സൈഡ് കുറയുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്നുള്ളത് x-2 ആകുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? സൈഡ് എ ആകുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a² ആണ്, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ഏതായാലും മതി. ഒരു സൈഡ് x-2 ആയിട്ടുള്ള ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഏരിയ നമുക്കുള്ളത് എത്രയാണുള്ളത്? 49. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ കാണുമ്പോൾ ഒരു സൈഡ് x-2 ആകുമ്പോൾ അതിൻ്റെ ഏരിയ x-2 the whole square. ഒരു സൈഡ് a ആകുമ്പോൾ a², ഒരു സൈഡ് x-2 ആകുമ്പോൾ x-2 the whole square. അതിൻ്റെ വാല്യൂ നമുക്കുണ്ട് 49. അപ്പോൾ x-2 the whole square 49 ആകുമ്പോൾ x-2 എന്ന് പറയുന്നത് ഇവിടെ റൂട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സൈഡിൽ റൂട്ട് കണ്ടുപിടിക്കണം, പ്ലസ് ഓർ മൈനസ് 7. അപ്പോൾ x-2 is equal to 7 or x-2 is equal to -7. ഈ 2 വാല്യൂയിൽ ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ x is equal to -2 ഇപ്പുറത്ത് വരുമ്പോൾ 7 + 2 that is 9. ഇത് -2 + 7 + 2 -5. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡാണ്. സൈഡിൻ്റെ ലെങ്ത് നമ്മൾ നെഗറ്റീവ് പറയുമോ? ഇല്ല. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 9 meter. ഈ ഒരു വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നെഗറ്റീവ് വാല്യൂ, ലെങ്ത്, വെയിറ്റ്, ഇതിനൊന്നും നമ്മൾ നെഗറ്റീവ് വാല്യൂ നമ്മൾ എടുക്കത്തില്ല. നമ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter വിഡ്ത്ത് പാത്ത് ഓൾ അറൗണ്ട് ഇറ്റ്. അതായത് ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്, ഈ ഗ്രൗണ്ട്, അതിന് ചുറ്റുമായിട്ട് 2 meter ഇതിൻ്റെ വിട്ടാണ് 2 meter വിട്ടിൽ, ഇവിടോട്ട് 2 meter, അങ്ങനെ 2 meter വിട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് ചുറ്റുമായിട്ടൊരു പാത്തുണ്ട്, ഒരു നടപ്പാതയുണ്ട്. ദി ടോട്ടൽ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് പാത്ത്, ഇത് മൊത്തവും കൂടിയുള്ള ഏരിയ എന്ന് പറയുന്നത് 1225 square meter. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ മാത്രം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ മാത്രം വേണം. ഗ്രൗണ്ടിൻ്റെ സൈഡ് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. അപ്പം നോക്കിക്കേ, ഈ ഗ്രൗണ്ടിൻ്റെ സൈഡ് എക്സ് എന്ന് എടുത്താൽ ഇതിനെക്കാട്ടിൽ ഈ സൈഡ് എന്ന് പറയുന്നത് ഇതൊരു സ്ക്വയർ ആണല്ലോ, അതിൻ്റെ സൈഡ് എത്ര വരും? എക്സിൻ്റെ കൂടെ ഇവിടെ ഒരു 2 കൂടി, ഇവിടെ ഒരു 2 കൂടി, അപ്പോൾ ഇത് എത്ര വരും? x+4 ആണോ? അപ്പോൾ ഈ വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് x+4. അപ്പോൾ ഈ ഗ്രൗണ്ടും പാത്തും കൂടി ഉൾപ്പെടെയുള്ള സ്ക്വയറിൻ്റെ സൈഡാണ് x+4. അപ്പം അകത്തുള്ള ഗ്രൗണ്ടിൻ്റെ മാത്രം
സൈഡ് ആ ഗ്രൗണ്ട് മാത്രം വരുന്ന സ്ക്വയറിൻ്റെ സൈഡ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൗണ്ടും പാത്തും കൂടി വരുന്നതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് x+4. ഇത് ടോട്ടലി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചേർത്തുള്ളതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ x+4ൻ്റെ സ്ക്വയർ. അത് നമുക്ക് തന്നിട്ടുണ്ട് 1225. ഇപ്പോൾ x+4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണേ? സ്ക്വയർ റൂട്ട് കാണണ്ടേ? സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 35. 35ൻ്റെ സ്ക്വയർ ആണ് 1225. രണ്ട് വാല്യൂസ് വന്നു. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ x+4 = 35 വന്നു, x+4 = -35 എന്നും രണ്ട് വാല്യൂ വരും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കും x = 31 എന്നും x = -39 എന്നും കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ്. ലെങ്ത് ഒരിക്കലും എന്താകത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. സൈഡിലെ ലെങ്ത് ഒരിക്കലും നെഗറ്റീവ്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ്? 31. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? ദിസ് സൈഡ് ഈസ് 31. സ്ക്വയറിൻ്റെ സൈഡ് 31 ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 31 × 31 അല്ലെങ്കിൽ 31 സ്ക്വയർ. സൈഡ് എ ആകുമ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ a². സൈഡ് 31 ആകുമ്പോൾ അതിൻ്റെ ഏരിയ 31ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 961 m². ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The square of a term in the arithmetic sequence 2, 5, 8, etc. is 2500. What is its position? അപ്പോൾ നമുക്ക് 2, 5, 8, etc. എന്ന ആ സീക്വൻസ്. ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം 5 ആകുമ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് 3. നമുക്ക് പറഞ്ഞേക്കുന്നത് ഇതിലെ ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ 2500. ഏതോ ഒരു ടേം, നമ്മൾ ആർബിട്രറി ടേമിനെ നമ്മൾ എപ്പോഴും xn എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ xn കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച dn + f - d. dn + f - d കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 3n - 1 കിട്ടും. നിങ്ങൾ പഠിച്ചതാണ് നേരത്തെ. 3n - 1 എന്ന് കിട്ടും. അപ്പോൾ അതൊരു ആർബിട്രറി വാല്യൂ. അപ്പോൾ എന്നിൻ്റെ ഏത് വാല്യൂവിനോ ഒരു വാല്യൂവിന് 3n - 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി എന്നിന് ഏതോ ഒരു വില വരുമ്പോൾ 3n - 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2500 വരും. അപ്പോൾ 3n - 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2500 എന്നെടുത്ത് എന്നിൻ്റെ വാല്യൂ കാണുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് കണ്ടു. 3n - 1 ± 50. രണ്ട് കേസ് 3n - 1 = 50, 3n - 1 = -50. ഇവിടെ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 51/3, ദാറ്റ് ഈസ് 17 വരും. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ത് വരും? -49/3. എന്താണ്? എത്രാമത്തെ ടേം നമ്പർ, ദാറ്റ് ഈസ് എ കൗണ്ടിങ് നമ്പർ ആയിരിക്കും അല്ലേ? ആ ടേമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു കൗണ്ടിങ് നമ്പറാണ്. അതൊരിക്കലും നെഗറ്റീവ് ആകില്ല. അപ്പം പിന്നെ ഏത് വാല്യൂ വരുന്നത്? 17. അപ്പം ഏത് പൊസിഷനുള്ള ടേമിൻ്റെ സ്ക്വയർ ആണ് 2500? 17th ടേമിൻ്റെ പൊസിഷനെ ചോദിച്ചിട്ടുള്ളൂ, ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. വാട്ട് ഈസ് ദി പൊസിഷൻ? അപ്പം 17th ടേമിൻ്റെ സ്ക്വയർ ആണ് 2500. അപ്പം നമ്മളോട് ആ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനകത്തിൽ എന്നിന് 17 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആ ടേം ഏതാണ്, ഏത് ടേമിൻ്റെ സ്ക്വയർ ആണ് 2500 എന്ന് കിട്ടും. നെക്സ്റ്റ്, 2000 rupees was deposited in a scheme in which interest is compounded annually. After 2 years, the amount in the account was 2205 rupees. What is the rate of interest? അപ്പോൾ നമ്മളവിടെ ബാങ്കിൽ ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയും. ആ പ്രിൻസിപ്പൽ എമൗണ്ടിനെ പി കൊണ്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്യും. പി എന്ന് പറയുന്നത് 2000 rupees നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് കൂടെ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. എനിക്കിവിടെ ഈ ക്യാമറ ഇത് രണ്ടും കൂടി പറ്റത്തില്ല, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ഞാൻ നിങ്ങളെ ചെയ്യാത്തത്. അപ്പം പി എന്ന് പറയുന്നത് 2000 rupees. നമുക്ക് ഇൻട്രസ്റ്റ് കാണണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 നമുക്ക് കണ്ടുപിടിക്കണം.
After 2 years, that means n is equal to 2. The amount in the account was 2205. അപ്പോൾ 2 വർഷത്തിന് ശേഷം ആഫ്റ്റർ 2 years അവർക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 2205 എന്ന് പറയുമ്പോൾ 2 ഇയേഴ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ n ഇയേഴ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എട്ടിൽ. A is equal to P into 1 plus R by 100 the whole raised to n. അപ്പോൾ 2 years, ഇപ്പോൾ n എന്ന് പറയുന്നത് 2, പ്രിൻസിപ്പൽ എമൗണ്ട് 2000. അതിനുശേഷം 2 ഇയേഴ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ എമൗണ്ട് നമുക്കുണ്ട് 2205. അപ്പോൾ ഇവിടെ 6 ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്, നമുക്ക് 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഈ 1 plus R by 100 the whole square ഇവിടെ ഇട്ടിട്ട് അതിനോട് മൾട്ടിപ്ലൈ ചെയ്ത 2000 ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരിക. ഇപ്പോൾ 2205 ഡിവൈഡഡ് ബൈ 2000 നമ്മൾ ക്യാൻസലേഷൻ ചെയ്ത് ചെറുതാക്കുമ്പോൾ 441 by 400 എന്ന് വരും. ഇത് ചെറുതാക്കുമ്പോൾ വരുന്നതാണ്. അപ്പോൾ 1 plus R by 100 the whole square ആണിത്. അപ്പോൾ 1 plus R by 100 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 441 സ്ക്വയർ റൂട്ട് 21, 400 20. ഇപ്പോൾ പ്ലസ് ഓർ മൈനസ് 21 by 20. അപ്പോൾ 1 plus R by 100 is equal to 21 by 20 or 1 plus R by 100 is equal to minus 21 by 20. അപ്പോൾ ഇവിടെ +1 ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. എന്ത് വരുന്നു? R by 100 is equal to 21 by 20 minus 1. ഇവിടെ നിങ്ങൾ കണ്ടതാണ് 1 plus R by 100 is equal to 21 by 20. ഇവിടെ 1 plus R by 100 is equal to minus 21 by 20. അപ്പോൾ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ -1, ഇവിടെ ഈ +1 ഇപ്പുറത്ത് വരുമ്പോഴും -1 വരും. അപ്പോൾ അതാണ് അടുത്തത്. R by 100 is equal to the cross multiply ചെയ്യുമ്പോൾ 21 minus 20 by 20, that is 1 by 20. R by 100 is equal to 1 by 20. R is equal to 5. ഇവിടെ കൊടുക്കുമ്പോൾ -21, ഇത് ക്രോസ് മൾട്ടിപ്ലൈ -20 വരത്തില്ലേ? അപ്പോൾ -21 minus 20 എന്ന് പറഞ്ഞാൽ -41. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ -205. നമുക്ക് റേറ്റ് നെഗറ്റീവ് വരില്ല. മാത്രമല്ല റേറ്റ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും 100ലാണ് പറയുന്നത്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 5% എന്ന് കിട്ടും. അപ്പോൾ 6, 5, therefore rate of interest is 5%. ഓക്കെ.